ഹായ് ഓൾ, ലോമിനൻറ്റ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലീ ആൻഡ് ക്യുസാറ്റ്, ക്ലീയിലും ക്യുസാറ്റിലും ഒരുപോലെ ചോദിച്ച് കണ്ടിട്ടുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി നമ്മൾ ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ജി കെയിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത്. എല്ലാ വീഡിയോയിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഓപ്ഷൻസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് അടക്കം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ക്രാഷ് ബാച്ച് സ്റ്റിൽ ഓപ്പൺ ആണ്, അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഓഫ്ലൈനിലേക്ക് വരുന്ന സമയത്ത് കാലിക്കറ്റ് സെൻറ്റർ ഉണ്ട്, എറണാകുളത്തും സെൻറ്റർ ഉണ്ട്. നമുക്ക് 2 സെൻറ്ററിലേക്കുള്ള അഡ്മിഷൻസും സ്റ്റിൽ ഓപ്പൺ ആണ്. നമ്മുടെ മെറ്റീരിയൽസ്, ഗൈഡ്, വർക്ക് ബുക്സ്, ആപ്പിൻ്റെ ആക്സസ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈൻ ആണെങ്കിൽ ഈ പറഞ്ഞ അമ്യൂണിറ്റീസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി ക്ലാസ് ആണ് വരുന്നത്, എല്ലാം ലൈവ് ക്ലാസ്സസ് ആണ്. ഓൺലൈൻ ആണെങ്കിലും 350+ മോക്സ്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു. ക്ലീ എക്സാം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുമാണ് നമ്മൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്ലീ എക്സാം എന്നാണോ വരുന്നത് അത് വരെയുള്ള ഡെയിലി ക്ലാസ്സിൻ്റെ കോഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇവിടുന്ന് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനിയും ലേറ്റ് ആയിട്ടില്ല, നമുക്ക് ഇനിയും പഠിച്ചു തുടങ്ങാനുള്ള സമയമുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ്, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ലേറ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് ആരും സ്റ്റാർട്ട് ചെയ്യാതിരിക്കേണ്ടതെന്നാണ് എനിക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മുഗൾ റൂളർ ഇൻട്രൊഡ്യൂസ്ഡ് ദി മൻസബ്ദാരി സിസ്റ്റം? ഹിസ്റ്ററിന്ന് എല്ലാ വർഷവും ക്ലീയിലാണെങ്കിലും ക്യുസാറ്റിലാണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും ഒരുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഒന്നോ അതിൽ കൂടുതലോ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ് ഹിസ്റ്ററി എന്നുള്ളത്. അപ്പം മുഗൾ എംപയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഇതിൽ മൻസബ്ദാരി സിസ്റ്റം, കഴിഞ്ഞ വർഷത്തേന് മുൻപത്തെ വർഷം കോയിൻ സിസ്റ്റം ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, മൻസബ്ദാരി സിസ്റ്റം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ്. ബാബർ, ഹുമയൂൺ, അക്ബർ. ആൻഡ് ഓപ്ഷൻ ഡി ഔറംഗസേബ് ആണ്. ഇത് ഓപ്ഷൻ സി അക്ബർ, കിങ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്ന ഒരാളാണ് അക്ബർ. ബാബർ ആണ് ഇന്ത്യയിൽ മുഗൾ എംപയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് 1526-ൽ. ഒന്നാം പാനിപ്പത്ത്, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലൂടെയാണ് മുഗൾ എംപയർ ഇന്ത്യയിലേക്ക് വരുന്നത്. ലോധി എംപയറിനൊക്കെ ഡിഫീറ്റ് ചെയ്ത് 1526-ലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാബർ ആണ് ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് മുഗൾ എംപയറും അദ്ദേഹം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹുമയൂണായി. അത് കഴിഞ്ഞിട്ട് തേർഡ് മുഗൾ എംപയർ ആണ് അക്ബർ വരുന്നത്. അദ്ദേഹമാണ് കിങ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്നത്. മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു. അവരുടെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസിന് ഒരു റാങ്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് സാലറി അലവൻസ് എല്ലാം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അഡ്മിനിസ്ട്രേഷൻ അതും വളരെ പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടിയിട്ട് അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കി വെക്കണം. ഔറംഗസേബാണ് ലാസ്റ്റ് പവർഫുൾ മുഗൾ എംപയർ എന്നറിയപ്പെടുന്നത്. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ മുഗൾ എംപയേഴ്സിൻ്റെ പേര് ചോദിക്കാറുണ്ട്, എത്രാമത്തതാണെന്ന് ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള റിലേറ്റഡ് കാര്യങ്ങൾ കൂടെ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദി ഓൺലി പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം ദാറ്റ് റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ്? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരേ ഒരു പ്ലാനറ്റാണ് സോളാർ സിസ്റ്റത്തിലുള്ളത്. 8 പ്ലാനറ്റ്സ് ആണുള്ളത്. സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനും പറ്റും. അതെന്തായാലും തീർച്ചയായിട്ടും കാണാത്ത ആളുകളുണ്ടെങ്കിൽ എന്തായാലും കാണണം. കഴിഞ്ഞ വർഷമൊക്കെ സോളാർ സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹൗ മെനി പ്ലാനറ്റ്സ് ആ ദെയർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സോളാർ സിസ്റ്റത്തിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതൊന്നും എന്തായാലും കണ്ടോളൂ. ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലാനറ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ സി വീനസ് ആണ്. ബാക്കി എല്ലാ പ്ലാനറ്റ്സും ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വീനസ് മാത്രം ക്ലോക്ക് വൈസിൽ. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന വേർഡിന് പകരം റിട്രോഗ്രേഡ് എന്നും ചോദിക്കാം. മനസ്സിലാക്കണം, പ്രോഗ്രേഡ് ആൻഡ് റിട്രോഗ്രേഡ്. റിട്രോഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടു ഓൾ അതേഴ്സ്, അങ്ങനെയാണ് വരുന്ന അർത്ഥം വരുന്നത്. അപ്പോൾ പ്രോഗ്രേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരു സൈഡിലേക്കാണ്, അതെല്ലാം പ്രോഗ്രേഡ് ആണ്. വീനസ് മാത്രമാണ് റിട്രോഗ്രേഡ് വരുന്നത്. ബാക്കി കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നില്ല, നമ്മുടെ മറ്റു വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും കാണുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദി ലാർജസ്റ്റ് ഫോറസ്റ്റ് കവർ? ഏറ്റവും കൂടുതൽ വനം അല്ലെങ്കിൽ കാടിൻ്റെ കവറേജ് ഏറ്റവും കൂടുതലുള്ള ഏരിയ വൈസ് ആണ് ക്വസ്റ്റ്യൻ വന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പേഴ്സൻറ്റേജ് വൈസ് അല്ല. ഏറ്റവും കൂടുതൽ ഏരിയ കാട് കൊണ്ട് കവർ ചെയ്യപ്പെട്ട സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് മഹാരാഷ്ട്ര. ഇത് ഏരിയ വൈസ് എന്നുള്ളത് ഇതിലൊരു കീ വേർഡാണ്.
ഏരിയ വൈസ് ഒരു സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കാട് അല്ലെങ്കിൽ ഫോറസ്റ്റ് വരുന്നത് മധ്യപ്രദേശാണ്. ഇതിൽ തന്നെ ഏരിയ വൈസിന് പകരം പെർസെൻറ്റേജ് വൈസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ആൻസർ തന്നെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസറാണ്. അത് ഏരിയ വൈസിന് പകരം പെർസെൻറ്റേജ് വൈസ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏതാണെന്ന് അറിയുന്ന ആളുകളൊന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓർഗനൈസേഷൻ പബ്ലിഷസ് ദി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഏത് ഓർഗനൈസേഷനാണ് റിലീസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. WHO ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെയാണ് റിലീസ് ചെയ്യാറ്. വേൾഡ് ബാങ്ക് അതുപോലെ തന്നെ മറ്റുള്ള റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. UNDP-യിലേക്ക് വരുന്ന സമയത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് റിലീസ് ചെയ്യാറ്. ഇതിൽ ആൻസർ വരുന്നത് കൺസേൺ വേൾഡ് വൈഡ് ആൻഡ് വെൽത്ത് ഹങ്കർ ലൈഫ് ആണ്. ഇതിൽ കൺസേൺ വേൾഡ് വൈഡ് എന്ന് പറയുന്നത് ഒരു ഐറിഷ് പ്രൈവറ്റ് ഓർഗനൈസേഷനും മറ്റേത് വരുന്നത് ജർമ്മനിയിലെ ഏറ്റവും വലിയൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്, NGO ആയിട്ട് വരുന്നതാണ്. ഇവർ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എല്ലാ വർഷവും റിലീസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ നൊബേൽ പ്രൈസ്? ഇത് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ വരുന്ന ഒന്നാണ്. ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഇൻ വേൾഡ്, ഫസ്റ്റ് ഇൻ കേരള ഒക്കെ കണ്ണൂർ, ക്യുസാറ്റ്, ക്ലീ പോലുള്ള എല്ലാ എക്സാംസിലും വരുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻറ്റും എന്നാൽ കുറച്ചൊരു കൺഫ്യൂസിങ്ങുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നൊബേൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്നാണ്. കാറ്റഗറി ചോദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഏത് കാറ്റഗറി ആയിക്കോട്ടെ, റെസ്പെക്റ്റീവ് ഓഫ് കാറ്റഗറീസ്, അതിൻ്റെ ആൻസർ വരുന്നത് രവീന്ദ്രനാഥ് ടാഗോർ. 1913 രവീന്ദ്രനാഥ് ടാഗോറിന് ഗീതാഞ്ജലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിന് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, സാഹിത്യത്തിനുള്ള നൊബേൽ കിട്ടുന്നത് 1913. അദ്ദേഹം ഇന്ത്യയിലെ മാത്രം ഫസ്റ്റ് റെസിപ്പിയൻ്റ് അല്ല, ഏഷ്യയിൽ തന്നെ നൊബേൽ കിട്ടുന്ന ആദ്യത്തെ ആളും രവീന്ദ്രനാഥ് ടാഗോറാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നോക്കി വെക്കണം. ഇനി ഫസ്റ്റ് നൊബേൽ ലോറേറ്റ് ഫ്രം ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ചോദിക്കുകയാണെങ്കിൽ അത് വരുന്നത് CV രാമനാണ്. ഓക്കെ, രാമൻ ഇഫക്റ്റ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിനാണ് 1930 അദ്ദേഹത്തിന് അത് കിട്ടുന്നത്. ഓപ്ഷൻ സി വരുമ്പോൾ മദർ തെരേസ. ഷീ ഈസ് ദി ഫസ്റ്റ് നാച്ചുറലൈസ്ഡ് ഇന്ത്യൻ. ബോൺ ഇന്ത്യൻ അല്ല, അൽബേനിയൻ ആണ്. പിന്നീട് ഇന്ത്യൻ പൗരത്വം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ നേടിയെടുത്ത ആളാണ് മദർ തെരേസ. അതുകൊണ്ട് അതും നോക്കി വെക്കുക. ഓപ്ഷൻ ഡി അമർത്യ സെൻ, കഴിഞ്ഞ വർഷത്തെ ക്ലീയിൽ ചോദിച്ചതാണ്. ഇക്കണോമിസ്റ്റ് അമർത്യ സെൻ വൺ നൊബേൽ പ്രൈസ് ഇൻ വിച്ച് കാറ്റഗറി എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അത് ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സിൽ നൊബേൽ കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ഓപ്ഷൻ ഡിയിൽ കാണുന്ന അമർത്യ സെൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2025 നൊബേൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നൊബേലിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാണുക. 2025 നൊബേൽ വിൻ ചെയ്ത ആളുകളുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്കി വെക്കണം തീർച്ചയായിട്ടും. അത് നൊബേൽ 2025 ഓൺ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് നമ്മൾ അതിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്ട്രേറ്റ് സെപ്പറേറ്റ്സ് ഏഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക? ഏഷ്യയും നോർത്ത് അമേരിക്കേൻ്റെയും ഇടയിൽ വരുന്ന ഒരു സ്ട്രേറ്റ് ഉണ്ട്, അത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബെറിങ് സ്ട്രേറ്റ് ആണ്. സ്ട്രേറ്റ്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബൗണ്ടറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏഷ്യ ആൻഡ് യൂറോപ്പ് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഓപ്ഷൻ ഡിയിൽ കാണുന്ന ബോസ്ഫറസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അതും അതിൻ്റെ കൂടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓപ്ഷൻ എയിൽ കാണുന്ന സ്ട്രേറ്റ് ഓഫ് മലാക്ക, വൺ ഓഫ് ദി ബിസിയസ്റ്റ് സ്ട്രേറ്റ്സ് ഇൻ ദി വേൾഡ് എന്നറിയപ്പെടുന്നതാണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഇനി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒന്നാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്. കുറച്ച് കാലങ്ങളായിട്ട് ഈ ഇറാൻ USA ഇസ്രായേൽ ഇഷ്യൂവിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും ന്യൂസ് പേപ്പറിലും ന്യൂസിലും ഇൻസ്റ്റാഗ്രാം ഫീഡ്സിലൊക്കെ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും ഈ പേരെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ, പേർഷ്യൻ ഗൾഫ്, ഇന്ത്യൻ ഓഷ്യൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഒമാൻ, ഇറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം എക്സാം ഹോളിലേക്ക് കയറുക എന്നുള്ളത് കൂടെ കറണ്ട് അഫയേഴ്സിലൊരു ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉള്ളത് കൊണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹു വാസ് ദി ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്? യുണൈറ്റഡ് നേഷൻസ് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ തൊട്ട് മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്ത ആളുകളുടെയും തീർച്ചയായിട്ടും അതുകൂടെ കണ്ടോളൂ. ഞാൻ ആ വീഡിയോയിലും വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വരുന്ന ഒന്നാണ് UN അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണെന്നുള്ളതാണ്. ഓപ്ഷൻ സിയിൽ കാണുന്ന ട്രൈക്വേലി എന്ന് പറയുന്ന ആളാണ്, നോർവീജിയൻ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആളുടെ പേര് ബൈഹാർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി ബാൻ കി മൂൺ, കോഫി അനൻ, ഡാഗ് ഹെൽമസ്കോൾഡ് എന്ന് പറയുന്ന എല്ലാവരും തന്നെ UN സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആളുകളാണ്. അതിൽ ഓപ്ഷൻ ഡിയിൽ കാണുന്ന ഡാഗ് ഹാനെ കാൾ സമസ്കോൾഡ് എന്ന് പറയുന്ന ആൾ ഒരേ ഒരാളാണ്
സെക്രട്ടറി ജനറൽ ആയിരിക്കെ മരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് ക്രാഷിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ കഴിഞ്ഞ വർഷത്തെ ക്ലീയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഹൂസ് ദി കറന്റ് സെക്രട്ടറി ജനറൽ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്. ഇപ്പോഴത്തത് ആരാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം ക്ലീയിൽ അത് ചോദ്യമായിട്ട് വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ക്യുസാറ്റ് അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ലോ എൻട്രൻസ് എക്സാംസിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. അപ്പോൾ അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മിസ്സായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്നാണ് പറയാനുള്ളത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ക്രാഷ് ഒന്നും കൂടി ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്. അഡ്മിഷൻ സ്റ്റിൽ ഓപ്പൺ ആണ്. നമുക്ക് സീറ്റ്സ് ഓഫ്ലൈനിൽ അവൈലബിൾ ആണ്, ഓൺലൈനിലും നമുക്ക് അവൈലബിൾ ആണ്. ക്ലീ എക്സാം വരെ ഡെയിലി ക്ലാസ് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മോക്ക് ടെസ്റ്റുകൾ, ആക്ച്വൽ ടെസ്റ്റുകൾ, സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകൾ, സെക്ഷണൽ ടെസ്റ്റുകൾ തുടങ്ങിയ 350+ ടെസ്റ്റുകൾ നിങ്ങൾ എന്തായാലും നമ്മുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും ചെയ്ത് തീരുന്നതായിരിക്കും. പിന്നെ ഗൈഡ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഹാൻഡ് ഔട്ട് ആയിട്ട് കൊടുക്കും. ഇതിന് പുറമേ ഉള്ള PDF ആയിട്ടുള്ള മെറ്റീരിയൽസ്, സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സിന് പുറമേ ഉള്ള സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാം നമ്മുടെ ലോ എമിനൻസ് എന്ന് പറയുന്ന ആപ്പിൽ അവൈലബിളും ആണ്. തീർച്ചയായിട്ടും നമ്മളടുത്ത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വർഷം തന്നെ എങ്ങനെയെങ്കിലും ക്ലീ അല്ലെങ്കിൽ ക്യുസാറ്റ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോ കോളേജിൽ, ഗവൺമെൻറ്റിലോ ക്യുസാറ്റ് പോലുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകാതെ തന്നെ നമ്മുടെ അടുത്ത് അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ സ്റ്റിൽ ഓപ്പൺ ആണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ അല്ല നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. GK മാത്രമല്ല, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ഇത് മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലും നമ്മൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ഡേ.